ശ്രദ്ധിക്കണം, ശ്രദ്ധയോടെ വരണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതായ അടയാളങ്ങളെ എല്ലാം തന്നെ ഉലമാക്കൾ ക്രോഡീകരിച്ചത് മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. ഒന്ന് ഖിസ്മുൻ ലഹറ വൻ ഖളാ, ഈ ലോകത്ത് വരികയും ചെയ്തു, കഴിഞ്ഞു കടക്കുകയും ചെയ്തു, അങ്ങനത്തെ ചില അടയാളങ്ങൾ. രണ്ടാമത്തേത് വഖിസ്മുൻ യൽഹറു വയൻഖളി, ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ. മൂന്നാമത്തേത് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖളി, ഇതുവരെ പ്രകടമായിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഇങ്ങനെ ആദരവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാകുന്ന അടയാളങ്ങളെ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ എല്ലാം ഉലമാക്കൾ, പിൽക്കാലത്ത് വന്നതാകുന്ന പണ്ഡിതന്മാർ, സാത്വികനാകുന്ന സമുന്നതരായ ഉലമാക്കൾ അവർ ക്രോഡീകരിച്ചത് മൂന്നായിട്ടാണ്. അതിലാദ്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഖിസ്മുൻ ലഹറ വൻ ഖളാ, ഈ ലോകത്ത് വരികയും ചെയ്തു, കഴിഞ്ഞു കടക്കുകയും ചെയ്തു, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഉലമാക്കൾ വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നു, അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമാണ്. പ്രവാചകന്റെ കടന്നുവരവും പ്രവാചകന്റെ വഫാത്തുമാണ് അതിലേക്ക് സൂചിപ്പിക്കുന്നത്. അഥവാ വരികയും ചെയ്തു, കഴിഞ്ഞു കടക്കുകയും ചെയ്തു, അത് മർമ്മപ്രധാനമായ ഒരു അടയാളമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകരാണ്. അവസാനത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്, ദഅവത്തുമായിട്ടുള്ള കടന്നുവരവ്, ആ പ്രവാചകന്റെ ഈ ലോകത്തു നിന്നുള്ള വിയോഗം, അത് ലോകാവസാനത്തിന്റെ അടയാളത്തിന്റെ വ്യക്തമായ ദിശയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഉലമാക്കൾ, പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മിഫ്താഹു അലാമത്തി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ തുടക്കം, അതിന്റെ പ്രാരംഭം അവിടെ നിന്ന്. വിധങ്ങളിൽ ലാസ്റ്റ് പ്രവാചകരാണ്. 1,24,000 അംബിയാ മുർസലുകളിൽ അവസാനത്തെ പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ വന്നതോടുകൂടി മനസ്സിലായി, ഈ ലോകത്ത് ദീനിന്റെ ദഅവത്ത് പൂർത്തിയായി, ഈ ലോകം തീരാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു എന്നതിലേക്കുള്ള ഏറ്റവും വലിയ സൂചികയാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ടതാണ്, വിഭാഗത്തിൽപ്പെട്ടതാണ് വഖിസ്മുൻ യൽഹറു വയൻഖളി, ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ. കള്ളുകുടി അധികരിച്ചതുപോലെ, വ്യഭിചാരം അധികരിച്ചതുപോലെ, ഇതൊക്കെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ്. മൂന്നാമത്തത് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖളി, ഇതുവരെ പ്രകടമായിട്ടുമില്ല, ഇതുവരെ വെളിവായിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ ഈ ലോകത്തിന് വരാനുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ വെച്ചുകൊണ്ട് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അതിൽപ്പെട്ടതാണ് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വരാനിരിക്കുന്ന വലിയൊരു അടയാളമാണ്, പ്രത്യക്ഷമായ അടയാളം. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു വരുമത്രേ. അന്ന് ജനകോടികൾ അവിടേക്ക് ഓടും. ആ സ്വർണത്തിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് കരഗതമാക്കാൻ, ആ മലയിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് പറ്റിയെടുക്കാൻ വേണ്ടി ജനങ്ങൾ അങ്ങോട്ട് ഓടും. നിങ്ങൾ അങ്ങോട്ട് ഓടരുത്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. 99% ആളുകളും വധിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരാനിരിക്കുന്നതാകുന്ന സംഭവ വികാസങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലക്കൂട്ടി നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുകയാണ്. അതായത് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു വരുമ്പോൾ സാമ്പത്തികപരമായി പരാധീനത അനുഭവിക്കുന്നതാകുന്ന ജനങ്ങൾ അവിടേക്ക് ഓടുമത്രേ. അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന ആളുകൾ 99% യുദ്ധം നടന്നുകൊണ്ട് അവിടെ വധിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജനങ്ങൾ മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ്
ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കടന്നുവരവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാതി ഇസ്മി ബിഇസ്മിഹി വഇസ്മു അബീഹി ബിഇസ്മി അബി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉപ്പയുടെ പേരിനോട് സാദൃശ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്, അഥവാ എന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരും അബ്ദുള്ള എന്നായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര്, എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ മക്കയിൽ പവിത്രമായ ഹറം ഷരീഫിൽ കഅബാലയത്തിന്റെ അടുക്കൽ ഒരു ഇശാ കഴിഞ്ഞിട്ട് മഹാനുഭാവൻ പ്രത്യക്ഷപ്പെടുമത്രേ. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആദ്യമായി ഇറാഖികൾ, പിന്നീട് മക്കക്കാർ, പിന്നീട് മദീനക്കാർ, അങ്ങനെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യയിലുള്ള ജനകോടികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് മുസാഫഹത്ത് ചെയ്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാമെന്ന്, അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അങ്ങനെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കടന്നുവരവ് ഇനി വരാനിരിക്കുന്ന വലിയൊരു അടയാളമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ദജ്ജാലിന്റെ കടന്നുവരവ് ജനങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരെ മുഴുവനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ ദജ്ജാലിനെ പറ്റിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് മനസ്സിലാക്കരുത്, ഒരു സാധാരണ ഒരു ജീവിയായിട്ട് അവനെ കരുതരുത്. ആദരവായ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, എല്ലാ പ്രവാചകന്മാരും അതത് കാലഘട്ടത്തിലുള്ളതാകുന്ന ജനങ്ങൾക്ക് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു അത്രേ. ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ദജ്ജാൽ കടന്നുവരും, ജനങ്ങളെ മുഴുവനും വഴിപിഴപ്പിക്കും. ആ ദജ്ജാലിനെ വധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. യൻസിലു ഈസ ഇൻദ മനാറത്തിൽ ബൈളാഇ വാളിഅൻ യദൈഹി അലൽ മലക്കൈനി. രണ്ട് മലക്കുകളുടെ ചിറകിൻ കീഴിലായിട്ട് ദമസ്കസിലെ വെള്ളമിനാരത്തിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാലിനെ ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വധിക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന വലിയ വലിയ വിഷയങ്ങളാണ്, ഈ ലോകത്തിന് കാണാനിരിക്കുന്ന ചില സംഭവവികാസങ്ങൾ. നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി നമ്മൾ നേരിടേണ്ടതും കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില വിഷയങ്ങളാണ് ഇതൊക്കെ. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാകുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില സംഭവവികാസങ്ങൾ, ഇപ്പോൾ വെളിവാകുകയും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ. قال رسول الله صلى الله عليه وسلم منها يكثر الزنا ويكثر أولاد الزنا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാ വ്യഭിചാരമധികരിക്കുമത്രേ. യകുസുറു സിനാ വയകുസുറു ഔലാദു സിനാ. വ്യഭിചാരം അധികരിക്കുമോ സാബ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വ്യഭിചാരം അധികരിക്കുമെന്ന് പറഞ്ഞ് നബി നിർത്തിയില്ല. യകുസുറു സിനാ വയകുസുറു ഔലാദു സിനാ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന് കാലഘട്ടം കാണുകയല്ലയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സാ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ.
تنكح وسط الطريق لا ينكر أحدا ولا يغيره. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ സ്വഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം നശിക്കുകയില്ല സ്വഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത الطريق لا ينكر أحدا لا ينكر أحدا ولا يغيره. ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്, സഹാബ സഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. സ്ത്രീകൾ പട്ടാപ്പകൽ ഇറങ്ങി പരസ്യമായി നട റോഡിലേക്ക് ഇറങ്ങി, ബീച്ച് റോഡിലേക്ക് ഇറങ്ങി, മാളിലേക്ക് പാർക്കിലേക്ക് എത്തിയിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി ഒരു മടിയില്ലാതെ ഒളിപ്പില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി.